ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 75-ാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത്. ശ്രീ നാരദ ഉവാച ധന്യോസ്മി അനുഗ്രഹീതോസ്മി ഭവദ്ഭിഃ കരുണാപരേ അദ്യ മേ ഭഗവാൻ ലബ്ധ സർവപാപഹരോ ഹരി. ധന്യോസ്മി അനുഗ്രഹീതോസ്മി, ധന്യോസ്മി അനുഗ്രഹീതോസ്മി. ഞാൻ ധന്യ അസ്മി, ഞാൻ ധന്യനായിരിക്കുന്നു. അനുഗ്രഹീത അസ്മി, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഭവദ്ഭി കരുണാപരൈഹി, കരുണാലുക്കളായിട്ടുള്ള നിങ്ങളാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ സനൽകുമാരാദി മഹർഷിമാരോട് പറയുകയാണ്, നിങ്ങളാൽ, നിങ്ങളുടെ കാരുണ്യം കൊണ്ടാണ് ഞാൻ എന്ത് തേടിയാണോ നടന്നത് അതെനിക്ക് നേടിയത്. ഇവിടെ ഭക്തിദേവിയുടെ ആ സങ്കടത്തെ തീർക്കുവാൻ കഴിഞ്ഞത് അല്ല, ഞാനല്ല ചെയ്തത്, നിങ്ങളുടെയൊക്കെ കാരുണ്യം കൊണ്ട് ഭക്തിദേവിക്ക് അതിന് ആ നഷ്ടപ്പെട്ടു പോയ തൻ്റെ താരുണ്യത്തെ തിരിച്ചു കിട്ടിയെങ്കിൽ കാരുണ്യവാന്മാരായ കരുണാലുക്കളായിട്ടുള്ള നിങ്ങളാൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജന്മം ധന്യമായിരിക്കുന്നു, ഞാൻ ധന്യനായി. അദ്യമേ ഭഗവാൻ ലബ്ധ സർവപാപഹരോ ഹരി. അദ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, മേ ഭഗവാൻ ലബ്ധ, ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്നു. എന്താ? ഭഗവാൻ ലബ്ധ സർവപാപഹരോ ഹരി, സർവപാപങ്ങളെയും നശിപ്പിക്കുന്നതായിട്ടുള്ള, ഹരിക്കുന്നതായിട്ടുള്ള ശ്രീഹരി ഭഗവാനെ എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഞാൻ ധന്യനായി, കൃതാർത്ഥനായി, അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കുന്നു നിങ്ങളുടെ കാരുണ്യം കൊണ്ട് എന്ന് തൊഴുകൈകളോടുകൂടി സനൽകുമാരാദി മഹർഷിമാരോട് പറയുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ധന്യോസ്മി അനുഗ്രഹീതോസ്മി ഭവദ്ഭി കരുണാപരേ അദ്യ മേ ഭഗവാൻ ലബ്ധ സർവപാപഹരോ ഹരി. ധന്യോസ്മി അനുഗ്രഹീതോസ്മി, അവിടെ ധന്യോസ്മി അനുഗ്രഹീതോസ്മി, അവിടെ മ്യ എന്ന അക്ഷരത്തിന് ധന്യോസ്മി അനുഗ്രഹീതോസ്മി അകാരം കൊടുത്തു വായിക്കുക, അപ്പോഴാണത് അനുഗ്രഹീതോസ്മി ആകുന്നത്. അതുപോലെ ഭവദ്ഭി ഹരി കരുണാപരേ, മൂന്നിടത്തും വിസർഗമുണ്ട്, പകുതി അകാരത്തിൽ വായിക്കുക. ഇവിടെ ശ്രീ നാരദ മഹർഷി സദാ ഭഗവത് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന, ഭഗവത് വിചാരത്തിൽ തന്നെ കഴിയുന്ന ഭഗവാന്റെ, ശ്രീഹരി ഭഗവാന്റെ അവതാരങ്ങളിലൊക്കെയും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ശ്രീ നാരദ മഹർഷിക്ക് തന്നെ ഈ ഒരു ഭഗവത കഥ കൊണ്ട് ഇത്രയേറെ ഒരു അനുഭൂതി ഉണ്ടായെങ്കിൽ ഭഗവാനോട് പറയുക, ആ ഭഗവാനെ ഇതിലൂടെ കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എത്രമാത്രം ധന്യരാണ്. നമ്മളിലേക്ക് ഈ ശ്രീമദ് ഭാഗവതം എന്ന ഗ്രന്ഥം വന്നു. ഈ ശ്രീമദ് ഭാഗവത കഥ കേൾക്കുവാൻ നമുക്ക് എത്ര അവസരങ്ങളാണ് ഭഗവാൻ തന്നിരിക്കുന്നത്. നമ്മളൊക്കെ ഒരു ദിവസം 1000 വട്ടം പറഞ്ഞാലും മതിയാവില്ല. ധന്യോസ്മി അനുഗ്രഹീതോസ്മി. നമുക്ക് ഭഗവാൻ ഒരുപാട് കാരുണ്യം ചൊരിഞ്ഞിരിക്കുന്നു, ഒരുപാട് അനുഗ്രഹിച്ചിരിക്കുന്നു നമ്മളെയൊക്കെ ഇത് കേൾക്കുന്നതിന്. ശ്രീ നാരദ മഹർഷിയെപ്പോലെ നമുക്കും എപ്പോഴും സ്മരിക്കാം. ജീവിതത്തിൽ എന്ത് ദുഃഖങ്ങൾ ഉണ്ടായിക്കോട്ടെ, പ്രതിബന്ധങ്ങൾ ഉണ്ടായിക്കോട്ടെ, സങ്കടങ്ങൾ ഉണ്ടായിക്കോട്ടെ, നഷ്ടങ്ങൾ ഉണ്ടായിക്കോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുകയില്ല. കാരണം കൂടെ കൂട്ടിയിരിക്കുന്നത് യാതൊന്ന് കിട്ടിയാലാണോ എല്ലാം നേടിയ ആ പരമമായ ആനന്ദത്തെ, സുഖത്തെ കിട്ടുന്നത്, ആ ശ്രീഹരി ഭഗവാനെ തന്നെയാണ് ഈ ഭാഗവത ഗ്രന്ഥത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള നഷ്ടങ്ങളോ സങ്കടങ്ങളോ ദുഃഖങ്ങളോ ഒന്നും ഇതിൻ്റെ മുൻപിൽ ഒന്നുമല്ല, ഈ ഒരു പരമമായ ആനന്ദത്തിൻ്റെ മുന്നിൽ. അതുകൊണ്ട് നമുക്കും പറയാം ധന്യോസ്മി അനുഗ്രഹീതോസ്മി. ഇനി നമുക്ക് 76-ാമത്തെ ശ്ലോകം നോക്കാം. ശ്രവണം സർവധർമ്മേഭ്യോ വരം മന്യേ തപോധന വൈകുണ്ഠസ്ഥോ യതഃ കൃഷ്ണ ശ്രവണാദ്യസ്യ ലഭ്യതേ. ശ്രവണം സർവധർമ്മേഭ്യോ പരം മന്യേ തപോധന. ഈ ശ്രവണം എന്ന് പറഞ്ഞാൽ ഭാഗവത കഥാശ്രവണം സർവധർമ്മേഭ്യോ, സർവധർമ്മങ്ങളിൽ വെച്ചും പരം മന്യേ തപോധന, അല്ലയോ തപോധനന്മാരെ. ഇനി മറ്റുള്ള അവിടെ കൂടിയിരിക്കുന്ന മറ്റ് തപോധനന്മാരായിട്ടുള്ള ആ ഒരു ശ്രോതാക്കളോട് പറയാണ്, അല്ലയോ തപോധനന്മാരെ,
സർവധർമ്മങ്ങളിൽ വെച്ചും പരമന്യേ ഏറ്റവും പരമമെന്ന് ശ്രേഷ്ഠമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ഭാഗവത കഥാശ്രവണം എന്ന് പറയുന്നത് ഏറ്റവും പരമമായ ധർമ്മമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു, ഏറ്റവും ശ്രേഷ്ഠതരമാണെന്ന് ഞാൻ കരുതുന്നു. വൈകുണ്ഠസ്ഥോ യത കൃഷ്ണ ശ്രവണാദ്യസ്യ ലഭ്യതേ. വൈകുണ്ഠസ്ഥോ യത കൃഷ്ണ, യത എന്തുകൊണ്ടെന്നാൽ വൈകുണ്ഠസ്ഥോ കൃഷ്ണ, ആ വൈകുണ്ഠവാസിയായിട്ടുള്ള സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ശ്രവണാദി അസ്യ ലഭ്യതേ, ഈ ഭാഗവത കഥാശ്രവണം കൊണ്ട് തന്നെ അസ്യ ഇപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അതായത് പിന്നെയല്ല, ആ കഥ ശ്രവിക്കുന്ന നിമിഷം തന്നെ, അദ്യ ഇപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ പരം നമുക്ക് ശ്രേഷ്ഠമായിട്ടുള്ള മറ്റൊന്നില്ല. ഏത് കർമ്മം ചെയ്താലും അതിൻ്റെ ഫലം കിട്ടാൻ ചിലപ്പോൾ ഏതാനും നിമിഷങ്ങൾ പോലും വൈകിയെന്ന് വരാം, അല്ലെങ്കിൽ അതിൻ്റെ ഫലം ചിലപ്പോൾ പിന്നീട് ഒരിക്കലാവും കിട്ടുക. അതൊക്കെ കാലപുരുഷൻ്റെ കൈകളിലാണ് അതിൻ്റെ നിയന്ത്രണം, കാലത്തിൻ്റെ നിയന്ത്രണം. അത് എപ്പോൾ നമ്മളിലേക്ക് വരണമെന്ന് നിശ്ചയിക്കുന്നത് കാലപുരുഷനാണ്, ഭഗവാനെ. പക്ഷേ ഈ ഒന്ന് മാത്രം, ആ കേൾക്കുന്ന ആ മാത്രയിൽ തന്നെ ആനന്ദത്തെ, പരമമായ ആനന്ദത്തെ, അല്ല സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ ലഭിക്കുന്നു എന്നുള്ളത് ഈ ഒരൊറ്റ ഭാഗവത കഥാശ്രവണം കൊണ്ട് തന്നെ ലഭിക്കുന്നുവെങ്കിൽ സർവധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവത കഥാശ്രവണം തന്നെയാണ് എന്ന് മറ്റുള്ള ശ്രോതാക്കളോടായിട്ട്, അവിടെ കൂടിയിരിക്കുന്ന മറ്റു മഹാത്മാക്കളോടായിട്ട് ശ്രീ നാരദ മഹർഷി തൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ശ്രവണം സർവധർമ്മേഭ്യോ വരം മന്യേ തപോധന. വൈകുണ്ഠസ്ഥോ യതഃ കൃഷ്ണ ശ്രവണാദ്യസ്യ ലഭ്യതേ. വൈകുണ്ഠവാസിയാണ് ഭഗവാൻ. നമ്മളെ വൈകുണ്ഠത്തിലേക്ക് തന്നെയാണ് ഭഗവാൻ എത്തിക്കുന്നത്. അവിടെയല്ലേ ഭഗവാൻ ഇരിക്കുന്നത്. എന്നാലോ സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ ഇവിടെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ കൃപാകടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് ഭഗവാനെ നമുക്ക് ആസ്വദിക്കുവാൻ കഴിയുന്നു എന്നുള്ളത്, നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത്, അതിന് ഭഗവാൻ തന്നെ ഈ ശ്രീമദ് ഭാഗവതത്തിൽ തൻ്റെ ആ ഒരു ചൈതന്യത്തെ ലയിപ്പിച്ചു എന്ന് പറഞ്ഞത് അന്വർത്ഥമാക്കുന്നതാണ്. ഈ കഥ കേൾക്കുന്നതിലൂടെ ഭക്തൻ അനുഭവിക്കുന്ന ആനന്ദാനുഭൂതി എന്ന് പറയുന്നത്. ഇവിടെ ശ്രീ നാരദ മഹർഷി നമുക്കത് തന്നെയാണ് പറഞ്ഞു തരുന്നത്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തപോധന, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്. അതുപോലെ യതഃ കൃഷ്ണ, രണ്ടിടത്തും വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ അടുത്തത് ശ്രവണാദ്യസ്യ, ശ്രവണാദി അസ്യാണ്, അവിടെ ദ്യ എന്ന അക്ഷരത്തിന് അകാരം കൊടുത്ത് വായിക്കുക. ഇനി അടുത്തത് 77-ാമത്തെ ശ്ലോകമാണ്. നമുക്ക് നോക്കാം. സൂത ഉവാച ഏവം ബ്രുവതി വൈ തത്ര നാരദേ വൈഷ്ണവോത്തമേ പരിഭ്രമൻ സമായാത ശുകോ യോഗേശ്വരസ്തദാ. സൂത ഉവാച ഏവം ബ്രുവതി വൈ തത്ര നാരദേ വൈഷ്ണവോത്തമേ പരിഭ്രമൻ സമായാത ശുകോ യോഗേശ്വരസ്തദാ. സൂതൻ വീണ്ടും കഥ തുടരുകയാണ്. ഏവം ബ്രുവതി വൈ തത്ര, ഏവം ബ്രുവതി, ഇപ്രകാരം ശ്രീ നാരദ മഹർഷി പറഞ്ഞു കഴിഞ്ഞപ്പോൾ വൈ തത്ര നാരദേ വൈഷ്ണവോത്തമേ, നോക്കൂ, ശ്രീ നാരദ മഹർഷിക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു അലങ്കാരം തന്നെ വൈഷ്ണവോത്തമ, വിഷ്ണു ഭക്തന്മാരിൽ വെച്ച് ഉത്തമനായിട്ടുള്ള ശ്രീ നാരദ മഹർഷി ഇപ്രകാരം പറയുമ്പോഴേക്കും പരിഭ്രമൻ സമായാത ശുകോ യോഗേശ്വരസ്തദ. പരിഭ്രമൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവനായിട്ടുള്ള, സമായാത എത്തിച്ചേർന്നു ആര്? ശുകോ യോഗേശ്വരസ്തദ, ശ്രീ ശുക മഹർഷി. എങ്ങനെയുള്ളത്? യോഗേശ്വരസ്തദ. നോക്കൂ, ആ വിശേഷണം ശ്രീശുക മഹർഷിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു യോഗേശ്വരനായിട്ടുള്ള ശ്രീശുക മഹർഷി അവിടെ എത്തിച്ചേർന്നു, സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ശ്രീശുക മഹർഷി. ശ്രീ നാരദ മഹർഷിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു വിഷ്ണു ഭക്തന്മാരിൽ വെച്ച്
ഉത്തമനായിട്ടുള്ള ശ്രീ നാരദ മഹർഷി. അപ്പോൾ വിഷ്ണു ഭക്തരിൽ വെച്ച് ഉത്തമനായിട്ടുള്ള ശ്രീ നാരദ മഹർഷി, ആ നാരദ മഹർഷിക്ക് പോലും ഭക്തിദേവിയെ പുഷ്ടിപ്പെടുത്തുന്നതിന് ഒരു സത്സംഗം വേണ്ടി വന്നുവെങ്കിൽ ഇവിടെ സത്സംഗത്തിൻ്റെ മഹത്വവും ഇതിലൂടെ വെളിപ്പെടുകയാണ്. അപ്പോൾ ആ ഭക്തിയെ ഒന്ന് ഉണർത്തി അതിനെ പുഷ്ടിപ്പെടുത്തുന്നതിന് ശ്രീ നാരദ മഹർഷിക്ക് സ്വയമേവ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എത്രമാത്രം സത്സംഗം കൂടിയാലാണ്, എത്രമാത്രം സത്സംഗ ശ്രവണങ്ങളിലൂടെയാണ് നമുക്ക് നമ്മുടെ ഉള്ളിലെ ഭക്തിയെ ഒന്ന് വളർത്തുവാൻ കഴിയുക എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ശ്രീശുക മഹർഷിയെക്കുറിച്ച് പറഞ്ഞു, സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവനാണ് ശ്രീശുക മഹർഷി. ശ്രീശുക മഹർഷിയെക്കുറിച്ച് എപ്പോഴും ആചാര്യന്മാർ പറയാറുണ്ട്, ഒരു ഗോദോഹന മാത്രം, അതായത് പശുവിനെ കറക്കുന്ന അത്ര സമയം പോലും ഒരിടത്ത് നിൽക്കാത്ത വ്യക്തിയാണ് ശ്രീശുക മഹർഷി. കാരണം അത്ര നേരം പോലും ഒരിടത്ത് നിന്നാൽ അവിടെയുള്ള എന്തിനോടെങ്കിലും, അത് സ്ഥലത്തിനോടാകാം, വ്യക്തികളോടാകാം, സംസ്കാരത്തോടാകാം, നമ്മുടെ ഉള്ളിൽ ഒരു മമത, ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണ വിരക്തനായിട്ടുള്ള ശ്രീശുക മഹർഷി എങ്ങും ഒരിടത്തും അല്പസമയം പോലും ചിലവഴിക്കാറില്ല. അങ്ങനെയുള്ള ശ്രീശുക മഹർഷിയാണ് ഈ ഭാഗവത കഥ മുഴുവൻ പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതിനായി എത്തിച്ചേരുന്നത് എന്നാലോചിക്കുമ്പോൾ ആ ശ്രീകൃഷ്ണ ഭഗവാനാൽ ഉദരത്തിൽ വെച്ച് രക്ഷിക്കപ്പെട്ട പരീക്ഷിത്ത് മഹാരാജാവിന് കിട്ടിയ മഹാഭാഗ്യം അല്ല, പരീക്ഷിത്ത് മഹാരാജാവിന് എന്നോണം ശ്രീശുക മഹർഷി നൽകിയ ഈ ശ്രീമദ് ഭാഗവത കഥ ഇന്ന് നമ്മളിലേക്കൊക്കെ എത്തുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ കാരുണ്യം എന്നല്ലാതെ എന്തു പറയാൻ. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഇങ്ങനെ ശ്രീ നാരദ മഹർഷി, വിഷ്ണു ഭക്തരിൽ വെച്ച് ഉത്തമനായിട്ടുള്ള ശ്രീ നാരദ മഹർഷി ഇത്രയും ശ്രോതാക്കളോടും തൻ്റെ ഉള്ളിലെ ആത്മാനുഭൂതിയും ധന്യോസ്മി അനുഗ്രഹീതോസ്മി എന്നുമൊക്കെ കൂപ്പുകൈകൾ കൊണ്ട് ഇടർന്ന ശബ്ദത്തോടുകൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ സദാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീശുക മഹർഷി, യോഗേശ്വരനായിട്ടുള്ള ശ്രീശുക മഹർഷി അവിടെ എത്തിച്ചേർന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സൂത ഉവാച ഏവം ബ്രുവതി വൈതത്ര നാരദേ വൈഷ്ണവോത്തമേ പരിഭ്രമൻ സമായാത ശുകോ യോഗേശ്വരസ്തദാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സമായാത എന്ന് പറയുന്നിടത്ത് ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനിയും 78ാമത്തെ ശ്ലോകമാണ്. തത്രായയൗ ഷോഡശവാർഷികസ്തദാ വ്യാസാത്മജോ ജ്ഞാനമഹാബ്ധിചന്ദ്രമാ കഥാവസാനേ നിജലാഭപൂർണ പ്രേംണാ പഠൻ ഭാഗവതം ശനൈ ശനൈ. തത്രായയൗ ഷോഡശവാർഷികസ്തദാ വ്യാസാത്മജോ ജ്ഞാനമഹാബ്ധിചന്ദ്രിക. തത്ര ആയയൗ അവിടെ എത്തിച്ചേർന്നു. ആര്? ഷോഡശവാർഷിക സദാ. സദാ എപ്പോഴും. ഷോഡശം 16, ഷോഡശവാർഷിക സദാ എപ്പോഴും 16 വയസ്സ് മാത്രം തോന്നിക്കുന്നതായിട്ടുള്ള വ്യാസാത്മജ ശ്രീ വ്യാസഭഗവാന്റെ പുത്രനായിട്ടുള്ള ശ്രീശുക മഹർഷി ജ്ഞാനമഹാബ്ധിചന്ദ്രമാ, ജ്ഞാനമാകുന്ന മഹാ അബ്ധി മഹാസമുദ്രത്തെ പുഷ്ടിപ്പെടുത്തുന്നതായിട്ടുള്ള ചന്ദ്രമ, ചന്ദ്രനും അതേപോലെ കഥാവസാനെ നിജലാഭപൂർണ പ്രേംണ പഠൻ ഭാഗവതം ശനൈ ശനൈ. കഥാവസാനെ കഥയുടെ അവസാനത്തിൽ നിജലാഭപൂർണ, അതായത് ആ നമുക്ക് ഈ ഭാഗവത സപ്താഹം കൊണ്ട് യാതൊരു പരമമായ ആനന്ദമാണോ നമുക്ക് ലഭിക്കേണ്ടത്? അങ്ങനെ ആ പരമമായ ആനന്ദം ലഭിച്ച ആ ആനന്ദത്താൽ നിത്യതൃപ്തനായിട്ടുള്ള ആ ശ്രീശുക മഹർഷി, കാരണം എപ്പോഴും ആ ഒരു ജ്ഞാനമാകുന്ന മഹാസമുദ്രത്തെ ഉള്ളിൽ സ്വായത്തമാക്കിക്കൊണ്ട് നടക്കുന്നതായിട്ടുള്ള ആ ശ്രീശുക മഹർഷി, വ്യാസപുത്രനായിട്ടുള്ള ആ
ശ്രീശുക മഹർഷി സദാ ആത്മാനന്ദത്താൽ നിത്യതൃപ്തനായിട്ടുള്ള ശ്രീശുക മഹർഷി പ്രേംണ പഠൻ ഭാഗവതം ശനൈ ശനൈ. ആ കഥയുടെ അവസാനത്തിൽ പ്രേമാധിക്യം കൊണ്ട് പ്രേംണ ആ ഒരു ഭഗവാനിങ്കലുള്ള പ്രേമാധിക്യം നിമിത്തമായിട്ട് ഭാഗവതം പഠൻ ശനൈ ശനൈ, മന്ദം മന്ദം പതുക്കെ പതുക്കെ എങ്ങനെ ശ്രീമദ് ഭാഗവതത്തെ പഠൻ എന്ന് പറഞ്ഞാൽ അതിലെ ശ്ലോകങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേർന്നു. എന്തുകൊണ്ടാ? തൻ്റെ ആ ഒരു യോഗമാഹാത്മ്യം കൊണ്ടാണ്. എവിടെയൊക്കെ ഭഗവാനെ സംബന്ധിക്കുന്നതായിട്ടുള്ള നടക്കുന്നുണ്ടോ, സത്സംഗങ്ങൾ നടക്കുന്നുണ്ടോ, അവിടെ ഇതുപോലെ തൻ്റെ ആ ഒരു യോഗമാഹാത്മ്യം കൊണ്ട് പല ജ്ഞാനികളും പല മഹാത്മാക്കളും എത്തിച്ചേരാറുണ്ട്. അതൊരു ക്ഷണക്കത്ത് കൊടുത്ത് ക്ഷണിച്ചു വരുത്തുന്നതിലേറെ ആ ഒരു സത്സംഗത്തിൻ്റെ മഹത്വം ഏറുമ്പോൾ അവിടെ താനേ എത്തിച്ചേരുന്നു ഇതുപോലെയുള്ള മഹാത്മാക്കൾ. ഇവിടെ പറയുകയാണ് തൻ്റെ ആ ഒരു യോഗമാഹാത്മ്യം നിമിത്തം എപ്പോഴും 16 വയസ്സ് മാത്രം തോന്നിക്കുന്നതായിട്ടുള്ള ആ ശ്രീശുക മഹർഷി, വ്യാസപുത്രനായിട്ടുള്ള ശ്രീശുക മഹർഷി തൻ്റെ മനോഹരമായ ആകൃതിയോട് കൂടിയവനാണ്. 16 വയസ്സിൻ്റെ ആ ഒരു ചുറുചുറുപ്പും ആ ഒരു ആകാര സൗഷ്ഠവവും ഒക്കെ ഉള്ളതായിട്ടുള്ള ശ്രീശുക മഹർഷി തൻ്റെ ജ്ഞാനമാകുന്ന ആ മഹാസമുദ്രത്തെ പുഷ്ടിപ്പെടുത്തുന്ന, ഇവിടെ പറഞ്ഞത് ചന്ദ്രനും അതേപോലെ തന്നെ ആത്മാനന്ദത്താൽ സദാ സർവത്ര നിത്യതൃപ്തനുമായിട്ടുള്ള ശ്രീശുക മഹർഷി ആ കഥയുടെ അവസാനത്തിൽ അവിടേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? ഈ ശ്രീമദ് ഭാഗവത കഥയെ തന്നെ, ഈ ശ്രീമദ് ഭാഗവതത്തെ തന്നെ ഉരുവിട്ടുകൊണ്ട് ഭഗവാനോടുള്ള പ്രേമാധിക്യം നിമിത്തം അവിടെ എത്തിച്ചേർന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തത്രായയൗ ഷോഡശ വാർഷികസ്തദാ വ്യാസാത്മജോ ജ്ഞാനമഹാബ്ധിചന്ദ്രമാ കഥാവസാനേ നിജലാഭപൂർണ പ്രേംണ പഠൻ ഭാഗവതം ശനൈ ശനൈ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തത്ര ആയയൗ ആണ്. തത്ര ആയയൗ, അവിടെ അകാരം നീട്ടിയെടുക്കുക. പിന്നെ ചന്ദ്രമ, അവിടെ വിസർഗവും ദീർഘവുമുണ്ട്, വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് നിജലാഭപൂർണ, അവിടെ വിസർഗം ഉണ്ട്. അതേപോലെ ശനൈ ശനൈ, രണ്ടിടത്തും വിസർഗമുണ്ട്. അവിടെയുമൊക്കെ പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 79ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.